ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ഈ ഒരു യാത്രയുടെ മൂന്നാമത്തെ ദിവസം വെച്ച് ഫൈനൽ ഡേ എത്തിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഡൽഹി എത്താറായിട്ട് ഒരു 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു ട്രെയിൻ. പക്ഷേ അത് ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഇപ്പോൾ ട്രെയിനിൽ എത്താറായി. സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ന്യൂഡൽഹി സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ ഇനി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 സാർമാർ ഇവിടെ ഇറങ്ങും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. ന്യൂഡൽഹിയിൽ നിന്ന് ചണ്ഡീഗറിലേക്കുള്ള യാത്ര ഒരു പ്രത്യേക തരം യാത്ര തന്നെയാണ്. കാരണം വെച്ചാൽ 2 സൈഡിലും ഇങ്ങനെ പച്ചപ്പാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുക. ഫുൾ 2 സൈഡിലും കൃഷിയിടങ്ങളാണ്, നെൽകൃഷിയാണ് മെയിൻലി. അപ്പോൾ പോരാത്തതിന് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണുള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു ഷെയ്ഡിൽ, സണ്ണിൻ്റെ ഷെയ്ഡിൽ ഈ ഒരു സീനറി കാണാൻ നല്ല രസം തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ചണ്ഡീഗഡ് സ്റ്റേഷനിലെത്തി. ചണ്ഡീഗഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെന്താ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഡ്രൈവറിനെ കണ്ടുപിടിക്കണം. അവിടെ നിന്ന് പിന്നെ കാറിൽ പോകാമെന്ന്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ ടൈമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ എത്താൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ഡ്രൈവറെ കണ്ടുപിടിച്ചു. കുറച്ച് നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയേണ്ടി വന്നു, കാരണം വെച്ചാൽ നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, കാറിൽ കയറി. ഇനി ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചണ്ഡീഗറിലൂടെയാണ്. ചണ്ഡീഗറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്ലാൻഡ് സിറ്റിയാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, മെയിൻറ്റെയിൻഡുമാണ്. എന്താ പറയുക, ഫുൾ ക്ലീനാണ് മെയിൻലി. അതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഇവിടെ എല്ലാം സെക്ടേഴ്സായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഒരേ എന്താ പറയുക, ഡിസ്ട്രിക്ട് പേര് കൊടുക്കുന്ന പോലെ അവിടെ സെക്ടർ വൈസാണ് പോകുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്ലാനിങ്ങിൽ ഇതൊരു പ്ലാൻഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ലൈൻ തന്നെയുണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ. സോ എല്ലാ രീതിയിലും ഒരു, പിന്നെ ഇവിടുത്തെ എല്ലാ റോഡുകളും കണക്റ്റഡാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു സിഗ്നൽ, ഒരു ജംഗ്ഷനിൽ വന്നിട്ട് കൂട്ടിച്ചേരുക ചെയ്യുക. അപ്പോൾ ഏത് വഴി പോയാലും നമുക്ക് വേറെ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക്. ട്രെയിനിൽ വെച്ച് തന്നെ അതുലിന് ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ മെഡിസിൻ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ മെഡിസിൻ കളക്ട് ചെയ്തു വാങ്ങി. അപ്പോൾ അത് വാങ്ങി വന്നപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ എന്തൊരു ജ്യൂസ് കൂടെ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. അപ്പോൾ നോക്കുമ്പോൾ അത് എന്താ പറയുക, നോർമലായിട്ടുള്ള നമ്മുടെ നാരങ്ങയല്ല, വേറെ ഒരു ടൈപ്പ് നാരങ്ങ. അപ്പോൾ ആളത് കുടിച്ചു. ഞങ്ങൾ അതേപോലെ മരുന്ന് വാങ്ങണതിൻ്റെ ഒപ്പം തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി. ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം അധികം വേണം നമുക്കവിടെ എത്താൻ. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഓൾറെഡി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മൂപ്പനാരുടെ അടുത്ത് അതും കൂടി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, വെച്ചാൽ സൗത്ത് ഇന്ത്യൻ, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞങ്ങളുടെ റൂട്ടല്ല അത്, ആ റൂട്ടല്ല ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷെ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാകെ ഒരു ഡേ. അപ്പോൾ ആൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവരുടെ മെനുവിൽ കുറേ ഐറ്റംസ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ വെറൈറ്റി ആയിട്ട് കുറേ മസാല ദോശകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള ടൈമൊന്നും സെലക്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ലാത്ത. അപ്പോൾ ഞങ്ങൾ 2 പേരും എന്താ പറയുക, ഒരേ സാധാ മസാല ദോശ വാങ്ങി. അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന അതേ ഫുഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ കയറുന്ന സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ മഴയൊക്കെ പോയി. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോകാം. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേര് കാർത്തിക് എന്നാണ്, കാർത്തിക് റെസ്റ്റോറൻറ്റ് എന്നാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെ കേട്ടോ. स्पेशल नहीं हो डोसा मसाला डोसा मैं आपको स्पेशल लेके आया इधर। ഓ ഒരു കാര്യമായിട്ട് എന്തോ പറയില്ല നല്ല പനി ലീവ് എടുത്തു. इधर यूटी खत्म खत्म ओके पंजाब स्टार्ट। അങ്ങനെ ഇവിടെ വെച്ചിട്ട് ചണ്ഡീഗഡ് അവസാനിച്ചിട്ട് ഇവിടുന്ന് പഞ്ചാബ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇവിടുന്ന് പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതൊരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ റൈറ്റ് സൈഡ് ആണ് അതുള്ളത്, നമ്മളാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൂടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇനി പിന്നെ ഇവിടുന്ന് ഈ ഹരിയാനയും കൂടി കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഹിമാചലിലേക്ക് എത്താൻ. നമുക്ക് ഹിമാചലിൽ നലഗറിലാണ് പോകാനുള്ളത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹരിയാന സ്റ്റേറ്റിലൂടെയാണ്. അങ്ങനെ ചണ്ഡീഗഡ് കഴിഞ്ഞ് പഞ്ചാബ് കഴിഞ്ഞ് ഹരിയാന എത്തി. ഇനിയിപ്പോൾ ഹരിയാന കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഹിമാചൽ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫൈനലി ട്രെയിനിങ് സെൻറ്ററിലെത്തി. ഇതൊരു ഇൻഡസ്ട്രി ഏരിയ ആണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ നമുക്കന്ന് നൈറ്റാണ് ടിക്കറ്റ് ബുക്ക് ആയിക്കാണ്. അപ്പോൾ മോർണിംഗ് മൊത്തം ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കുത്തബ് മിനാറും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.